എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടൈം ഇപ്പോൾ 6:45. ട്രെയിന് ഒരു അരമണിക്കൂർ ലേറ്റാണ്. മുരുഡേശ്വർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. 6:17 കണ്ണൂരെത്തുന്ന ട്രെയിനാണ് ഇത്. മുരുഡേശ്വരത്ത് എത്തുന്നത് 2 മണിക്കാണ്. നമ്മൾ ടോട്ടൽ 6 പേരാണ് പോകുന്നത്. നമ്മുടെ ട്രെയിന് വന്നു. തീവ്രവാദി തെലങ്കാനയിലെ കച്ചഗുഡം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുരുഡേശ്വരം വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഇത്. B3 കമ്പാർട്ട്മെന്റിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ടിക്കറ്റിന് വരുന്നത് 620 രൂപയാണ്. സ്ലീപ്പറിന് വരുന്നത് 250 രൂപയാണ്. ഇത് ഉച്ചക്ക് 2 മണിക്ക് മുരുഡേശ്വരത്തെത്തും. മുരുഡേശ്വരം നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ കയറിയിട്ട് അവിടെയുള്ള ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് മൂകാംബികയിലേക്ക് പോകാനുള്ള പ്ലാനിലാണുള്ളത്. മുരുഡേശ്വരത്ത് പോകാതെ മൂകാംബികയിൽ മാത്രം പോകുകയാണെങ്കിൽ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പോയാൽ മതി. ഇതാണ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ. ഒന്ന് കാണിക്കാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിന് ശേഷം ഭട്കൽ എന്ന് പറയുന്ന സ്റ്റേഷൻ കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന മുരുഡേശ്വരത്ത് ഇറങ്ങാം. കറക്റ്റ് 2 മണിക്ക് മുരുഡേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് ഓട്ടോ പിടിച്ച് അങ്ങോട്ടേക്ക് പോകാം. റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ടെമ്പിൾ ഉള്ളത്. അപ്പോൾ ഓട്ടോ ചാർജ് വന്നത് 60 രൂപയാണ്. ക്ഷേത്രത്തിൻ്റെ ഈ കാണുന്ന കവാടത്തിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു കൗണ്ടർ ഉണ്ട്. അവിടെ നമുക്ക് ഈ ലഗേജൊക്കെ കൊടുക്കാവുന്നതാണ്. അതും കൊടുത്ത് നമുക്ക് ഈ കാണുന്ന കൗണ്ടറിൽ നമ്മൾ ചെരുപ്പൊക്കെ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റ് വഴി മുകളിലത്തെ നിലയിൽ 18ാമത്തെ നിലയിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ വന്ന റോഡാണ് ഈ കാണുന്നത്. തൊട്ടടുത്ത് ബീച്ചും ഉണ്ട്. അപ്പോൾ ബീച്ചിലേക്ക് പോകാം. ഞാനൊരു സ്പീഡ് ബോട്ടിൽ കയറി പോകേണ്ട തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതിന് 500 രൂപയാണ് ഫീസ് വന്നത്. കുറച്ച് നേരത്തേക്ക് ഒരു 5 മിനിറ്റേ ഉള്ളൂ. കൂടുതൽ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ 3-4 പേർക്ക് പോകേണ്ട സ്പീഡ് ബോട്ടും അതിൽ കൂടുതൽ ആൾക്കാർക്ക് പോകേണ്ട ബോട്ടൊക്കെ ഇവിടെ ഉണ്ട്. അതുകൂടാതെ പാരസൈലിംഗ് ഒക്കെ ഇവിടെ നടത്താറുണ്ട്. ആണെങ്കിൽ അതും ട്രൈ ചെയ്യാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ദൂരേ പോയുള്ളൂ, എന്നാലും ഓക്കെ. ഈ കാണുന്ന സ്ഥലത്ത് തന്നെ ചെരുപ്പ് അഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി മുകളിലേക്ക് പോയാൽ ചെരുപ്പ് അഴിച്ചു വെക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ മുരുഡേശ്വരം നിന്നും കൊല്ലൂർ മൂകാംബികയിലേക്ക് ബസ്സിൽ പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4:30 പാസഞ്ചർ ട്രെയിൻ ഉണ്ട്. അത് 5:30 ബൈന്ദൂരിലെത്തും. പിന്നെ അവിടെ നിന്ന് ബസ് പിടിച്ച് വരേണ്ടതായിട്ടുണ്ട്. കൊല്ലൂർ ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. കൊല്ലൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി മസാല ദോശ കഴിക്കണം. ഫുഡും കഴിച്ച് നമ്മൾ ഈ കാണുന്ന അശ്വതി ലോഡ്ജിലേക്ക് നടന്നു. കൊല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും 1/2 കിലോമീറ്റർ ദൂരത്തിലാണ്. അങ്ങനെ റൂമിൽ കയറി അമ്പലത്തിൻ്റെ മുന്നിലുള്ള സ്ട്രീറ്റിലുള്ള രാത്രിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇനി ക്ഷേത്രത്തിലേക്ക് കടക്കാം. എല്ലാ ദിവസവും അന്നദാനവും ചില ദിവസങ്ങളിൽ ക്ലാസിക്കൽ ഡാൻസും ഒക്കെ ഉണ്ടാകാറുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ കാണുന്ന ഗണപതി ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ തൊഴുതിട്ട് നമ്മൾ 6 മണിക്ക് തന്നെ ക്ഷേത്രത്തിലേക്ക് കടന്നു. ഞായറാഴ്ച ആയതിനാലായിരിക്കാം പുലച്ചക്കും നല്ല തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. അരമണിക്കൂർ ക്യൂ നിന്നതിന് ശേഷമാണ് ദർശനം കിട്ടിയത്. പിന്നെ പോയത് കുടജാദ്രിയിലേക്കാണ്. ക്ഷേത്രത്തിന് വെളിയിൽ തന്നെ കുറച്ച് മാറിയിട്ട് ജീപ്പൊക്കെ കിട്ടും. അപ്പോൾ ജീപ്പ് പിടിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ജീപ്പിന് 470, ചെക്ക് പോസ്റ്റിൽ കൊടുക്കാൻ ഒരു 60 രൂപയാണ് ആയത്. കുടജാദ്രിയിലെത്തിയതിനു ശേഷം കുറച്ച് അരമണിക്കൂർ നടക്കാനുണ്ട് സർവജ്ഞ പീഠത്തിലേക്ക്. കയറുമ്പോൾ തന്നെ 1-2 ക്ഷേത്രങ്ങൾ നമുക്ക് ഇവിടെ കാണാം. കല്ലും മണ്ണൊക്കെ നിറഞ്ഞ നല്ല കയറ്റമായതിനാൽ ഷൂ ഇട്ടിട്ട് വരുന്നതായിരിക്കും ഇവിടെ നല്ലത്.
നല്ല പ്രായമുള്ളവർക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും ഈ കയറ്റം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. അപ്പോൾ ഇതാണ് സർവജ്ഞ പീഠം. അങ്ങനെ നമ്മൾ നടന്ന് താഴെ എത്തി. നേരത്തെ താഴെ കണ്ട ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം കഴിച്ചു. അപ്പോൾ നമ്മൾ ജീപ്പിൻ്റെ സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ താഴത്തേക്ക് പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ബൈ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതായിരിക്കും. കൊല്ലൂരിൽ നിന്ന് ഇവിടം വരെ വന്നു പോകാൻ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും വേണം. ഗൈസ്, അപ്പോൾ അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.